കായംകുളം ജലോത്സവത്തിൽ കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമതെത്തി. ആവേശകരമായ ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ 5.1384 മിനിറ്റ് സമയത്താണ് ഒന്നാമതായി ഫിനിഷ് ചെയ്തത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവത്തിൽ കാരിച്ചാൽ ചുണ്ടൻ ഒന്നാമതെത്തി. ആവേശകരമായ ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ 5.1384 മിനിറ്റ് സമയത്താണ് ഒന്നാമതായി ഫിനിഷ് ചെയ്തത്. VBC കൈനക്കരി തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ 5.1887 മിനിറ്റിൽ രണ്ടാമതെത്തി. നിരണം ബോട്ട് ക്ലബ് തുഴഞ്ഞ നിരണം ചുണ്ടൻ 5.1944 മിനിറ്റിൽ മൂന്നാമതെത്തി. 3 ഹീറ്റ്സുകളിലായി 9 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കരകളിലിരുന്ന കാണികളെ ആവേശത്തിലാക്കുന്ന പോരാട്ടമാണ് ഫൈനലിലും ലൂസേഴ്സ് ഫൈനലുകളിലും നടന്നത്. കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ലീഗ് മത്സരമായ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം മത്സരമാണ് കായംകുളത്ത് നടന്നത്. ഫൈനലിൽ കായംകുളത്തെ നെട്ടായത്തിന്റെ പകുതിയിലധികവും 10 തുഴപ്പാടുകൾക്ക് പിന്നിട്ട് നിന്ന PBC കാരിച്ചാൽ കണ്ണഞ്ചിപ്പിക്കുന്ന കുതിപ്പ് നടത്തിയാണ് ഒന്നാമതെത്തിയത്. 10 തുഴപ്പാടുകൾ മറികടന്ന് അരവള്ളപ്പാട് വ്യത്യാസത്തിൽ മറ്റുള്ളവരെ തോൽപ്പിച്ചത് CBLന്റെ ചരിത്രത്തിലെ മികച്ച ഫിനിഷായിരുന്നു. CBLൽ ആദ്യമായി പറ്റുന്ന നിരണം ചുണ്ടൻ ഇക്കുറി ഒന്നാമതെത്തുമെന്നായിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ കരുതിയിരുന്നത്. എന്നാൽ തുടക്കത്തിലെ കുതിപ്പ് ഫിനിഷ് ചെയ്യുന്നതിൽ കാണിക്കാൻ അവർക്കായില്ല. PBC കാരിച്ചാൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി ഫിനിഷ് ചെയ്തു. VBC വിയ്യപുരം രണ്ടാമതും നിരണം ചുണ്ടൻ പട്ടികയിൽ മൂന്നാമതുമായി. കൊല്ലത്ത് 21-ന് നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി ഗ്രാൻഡ് ഫിനാലെ മത്സരത്തോടെ ഇക്കൊല്ലത്തെ CBLന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കായംകുളം.